നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് എയർ യൂറോപ്പ് എയർലൈൻസിലെ 30ഓളം യാത്രക്കാർക്ക് പരിക്ക്. സ്പെയിനിലെ മാർഗ്രിൽ നിന്നും ഉറുഗ്വേയിലെ മൊണ്ടെവിയിലേക്ക് പുറപ്പെട്ട ബോയിംഗ് UKS 045 വിമാനമാണ് തിങ്കളാഴ്ച ആകാശച്ചുഴിയിൽപ്പെട്ടത്. വിമാനത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 325 യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അപകട സമയത്ത് എല്ലാവരോടും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും എന്നാൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്കാണ് പരിക്ക് കൂടുതലായി ഉള്ളത് എന്നും വിവരം പുറത്തുവരികയാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർ ആകാശച്ചുഴിയിൽപ്പെട്ടപ്പോൾ സീറ്റിൽ നിന്നും തെറിച്ചു വീണുവെന്നടക്കമുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. പരിക്കേറ്റ യാത്രക്കാരും വിമാനത്തിനുള്ളിൽ സംഭവിച്ച കേടുപാടുകൾ ദൃശ്യങ്ങളിൽ കാണാം. അപകടത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടപ്പോൾ ഇരിപ്പിടത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരൻ പറന്ന് ലഗേജ് ബോക്സിൽ എത്തിയതും ഇയാളെ മറ്റ് യാത്രക്കാർ ചേർന്ന് താഴെ ഇറക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വിമാനത്തിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപകടത്തിൽപ്പെട്ട വിമാനം ബ്രസീലിലെ നദാൻ വിമാനത്താവളത്തിൽ പുലർച്ചെ 2:32 അടിയന്തരമായി ലാൻഡ് ചെയ്തതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപകടത്തിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണവും വന്നിട്ടുണ്ട്. ആകാശച്ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു എന്നും പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നും എയർ യൂറോപ്പ് അറിയിച്ചു. മാഡ്രിഡിൽ നിന്ന് ഉറുഗ്വേയിലേക്കുള്ള യാത്ര മറ്റൊരു വിമാനത്തിൽ ഇന്ന് ഉച്ചയോടെ പുനരാരംഭിക്കുമെന്നും ഈ കമ്പനി എക്സ് പ്ലാറ്റ്ഫോമിൽ അറിയിച്ചിട്ടുമുണ്ട്. ആകാശച്ചുഴിയിൽപ്പെടുന്ന വിമാനങ്ങളുടെ വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അടിക്കടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: വിമാനയാത്രയിൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് ഭീകരമാകാതെ വൻ ദുരന്തമായി മാറാതിരിക്കാൻ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്ന് മാത്രമാണ്. ഇത്രയും വാർത്തകൾ വന്നിട്ടും കേട്ടിട്ടും എന്തുകൊണ്ട് ഈ കാര്യം മാത്രം വളരെ കർശനമായി ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് പുറത്തുവരുന്നത്.